ഫെബ്രുവരി 4 ബുധനാഴ്ച. മാർക്കോസ് 6:1-6 വരെ വാക്യങ്ങൾ. ഇന്നത്തെ സുവിശേഷ ഭാഗം യേശു തൻ്റെ ജന്മനാടായ നസ്രത്തിലേക്ക് തിരിച്ചു വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംഭവം ആണ്. ഒരു മതാധ്യാപകനും അത്ഭുത പ്രവർത്തകനും എന്ന നിലയിൽ അവിടത്തേക്ക് പ്രശസ്തി ഉണ്ടായിരുന്നിട്ടും ആളുകൾ യേശുവിനെ കണ്ടത് മറിയത്തിൻ്റെ മകനായ ഒരു മരപ്പണിക്കാരനായിട്ടാണ്. ഈ പരിചയം ഒരുതരം അവജ്ഞയോ അല്ലെങ്കിൽ കുറഞ്ഞത് അവൻ്റെ പഠിപ്പിക്കലുകളെയും അത്ഭുതങ്ങളെയും തള്ളിക്കളയുന്നതോ ആയ ഒരു ചിന്ത ഉളവാക്കുന്നു. യേശുവിൻ്റെ സാധാരണ കുടുംബത്തെക്കുറിച്ചുള്ള ധാരണയിൽ കുടുങ്ങിയ നസ്രത്തിലെ ആളുകൾക്ക് അവരുടെ മുൻവിധികൾക്കപ്പുറം കാണാൻ കഴിയുന്നില്ല. യേശുവിൻ്റെ സാധാരണത്വം അവർക്ക് അംഗീകരിക്കാൻ കഴിഞ്ഞില്ല. നസ്രത്തിൽ അറിയപ്പെടുന്നതും ഒരു സാധാരണ കുടുംബത്തിലുമാണ് യേശു വളർന്നത്. ചിലപ്പോൾ നമ്മുടെ മൂക്കിന് താഴെ, നമ്മുടെ തൊട്ടടുത്ത് ദൈവത്തിൻ്റെ കൃപ കാണാൻ നമുക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഫ്രാങ്കോയിസ് മൊറിയാക് തൻ്റെ യേശുവിൻ്റെ ജീവിത ചരിത്രത്തിൽ ഇങ്ങനെ എഴുതി: 30 വർഷക്കാലം മനുഷ്യപുത്രൻ ഒരു മനുഷ്യനല്ലാതെ മറ്റൊന്നായി തോന്നിയില്ല എന്ന് കാണുന്നത് വളരെ അമ്പരപ്പിക്കുന്നതാണ്. അവനോടൊപ്പം താമസിച്ചിരുന്നവർ അവനെ അറിയാമെന്ന് കരുതി. അവൻ അവരുടെ മേശകളും കസേരകളും ഒക്കെ ശരിയാക്കുന്നവനായിരുന്നു. അവൻ്റെ കുടുംബാംഗങ്ങൾ മറ്റുള്ളവരോടൊപ്പം ഭക്ഷണം കഴിച്ചു. നിശ്ചയിച്ചിരുന്ന സമയത്ത് യേശു തൻ്റെ പരസ്യജീവിതം ആരംഭിച്ചപ്പോൾ അവർ അദ്ദേഹത്തെ വെറും ഒരു ജോലിക്കാരനായി തരം താഴ്ത്തി. മദർ തെരേസയുടെ വാക്കുകളിൽ, ആളുകൾ പലപ്പോഴും യുക്തിരഹിതരും സ്വാർത്ഥരുമാകും, എന്നാലും അവരോട് ക്ഷമിക്കുക. നിങ്ങൾ ദയയുള്ളവരാണെങ്കിൽ ആളുകൾ നിങ്ങളെ സ്വാർത്ഥരും ഗൂഢലക്ഷ്യങ്ങളുള്ളവരുമാണെന്ന് ആരോപിച്ചേക്കാം, എന്നാലും ദയയുള്ളവരായിരിക്കുക. നിങ്ങൾ ജീവിതത്തിൽ വിജയിച്ചാൽ നിങ്ങൾക്ക് ചില വ്യാജ സുഹൃത്തുക്കളെയും ചില യഥാർത്ഥ ശത്രുക്കളെയും നേടാനാകും, എന്നാലും വിജയിക്കുക. നിങ്ങൾ സത്യസന്ധരും വിശ്വസ്തരുമാണെങ്കിൽ ആളുകൾ നിങ്ങളെ വഞ്ചിച്ചേക്കാം, എന്നാലും സത്യസന്ധരായിരിക്കുക. നിങ്ങൾ വർഷങ്ങളായി നിർമ്മിക്കുന്നത് മറ്റൊരാൾക്ക് ഒറ്റ രാത്രി കൊണ്ട് നശിപ്പിക്കാൻ കഴിയും, എന്നാലും നിർമ്മിക്കുക. നിങ്ങൾക്ക് ശാന്തതയും സന്തോഷവും കണ്ടെത്തുകയാണെങ്കിൽ മറ്റുള്ളവർ അസൂയപ്പെട്ടേക്കാം, എന്നാലും സന്തോഷവാനായിരിക്കുക. ഇന്ന് നിങ്ങൾ ചെയ്യുന്ന നന്മ ആളുകൾ പലപ്പോഴും നാളെ മറന്നുപോകും, എന്നാലും നല്ലത് ചെയ്യുക. നിങ്ങൾക്കുള്ളതിൽ ഏറ്റവും നല്ലത് ലോകത്തിന് നൽകുക. അതൊരിക്കലും മതിയാകില്ലായിരിക്കാം, എന്തായാലും നിങ്ങൾക്ക് ലഭിച്ചതിൽ ഏറ്റവും നല്ലത് ലോകത്തിന് നൽകിക്കൊണ്ടിരിക്കുക. ആത്യന്തിക വിശകലനത്തിൽ അത് നിങ്ങൾക്കും നിങ്ങളുടെ ദൈവത്തിനും ഇടയിലാണെന്ന് നിങ്ങൾ ഓർക്കുക. അതൊരിക്കലും നിങ്ങളും അവരും തമ്മിലാകല്ലേ. എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് ഒത്തിരി സ്നേഹത്തോടെ പോളച്ചൻ CSSR ഫ്രം കേരള.